പെട്ടെന്നുള്ള ഒരു തേങ്ങാക്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ടേസ്റ്റി കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ചേരുവകൾ നോക്കാം. ഒരു അരമൂടി തേങ്ങ ചിരകിയോ അല്ലെങ്കിൽ അരിഞ്ഞോ മിക്സി ജാറിൽ ഇട്ടതിന് ശേഷം 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2-3 തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു ലേശം പുളിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒരു വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടായതിന് ശേഷം ലേശം ഉള്ളി അരിഞ്ഞതും കരിവേപ്പിലയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റി ആ പച്ചമണം പോയതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേരുവകൾ ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നല്ല ടേസ്റ്റാണ്. ഇനിയും പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി കറി തിളച്ച് വരുന്നത് വരെ വേവിച്ചെടുക്കുക. കറി നന്നായി തിളച്ച് വരുമ്പോൾ മുട്ട വേണ്ടവർ മുട്ട പുഴുങ്ങിയത് ചേർക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട വേണ്ടാത്തവർ വെജ് കറിയാണെങ്കിൽ അങ്ങനെ തേങ്ങാക്കറിയായിട്ടും കഴിക്കാം. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ നല്ല വീഡിയോവുമായി വരാം. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.